കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി നടത്തിയ പ്രസ്താവന വളരെയധികം സന്തോഷമുണ്ടാക്കിയിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഫേസ്ബുക്കിൽ വളരെ കാലത്തിന് ശേഷം ഞാനൊരു കുറിപ്പ് എഴുതുകയുണ്ടായി. കാരണം അതെൻ്റെ മനസ്സിനെ വളരെയധികം ടച്ച് ചെയ്തതുകൊണ്ടുകൂടിയാണ് ഞാൻ അങ്ങനെ ഒരു കുറിപ്പ് എഴുതാൻ സമയം കണ്ടെത്തിയത് തന്നെ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങളൊക്കെ ജീവിച്ചു വന്നിരുന്നത്. അപ്പോൾ എൻ്റെ മാത്രമല്ല, ഇപ്പോൾ എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ ചുറ്റുപാടുള്ള കുട്ടികളൊക്കെ സമാന അവസ്ഥകൾ കൂടെ തന്നെയായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. ഞങ്ങളുടെ വീട്ടിലത് ചിലപ്പോൾ കുറച്ചുകൂടെ രൂക്ഷമായിരുന്നിരിക്കാം. കാരണം ഞങ്ങൾ 3 മക്കളാണ്, ഒരേ സമയം വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. കാരണം ഞങ്ങൾ 2 വയസ്സിൻ്റെ മാത്രം വ്യത്യാസമാണ് മക്കൾക്കിടയിലുള്ളത്. അപ്പോൾ ഞാനും ചേച്ചിയും ഒരേ സമയം UP ക്ലാസ്സുകളിലും ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ സ്കൂളിൽ ടൂറിന് പോവുകയാണെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക്, അതും കുറേ നമ്മൾ തല്ല് പിടിച്ചിട്ടൊക്കെ ആയിരിക്കും ആർക്കെങ്കിലും ഒരാൾക്ക് ലോട്ട് വീഴുക. ആ പൈസ പോലും വീട്ടുകാർക്ക് സംഘടിപ്പിച്ച് തരാൻ വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാൻ കഴിയില്ല എന്നുറപ്പുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ക്ലാസ്സിൽ വെച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ജനറലായിട്ടൊക്കെ പറയുമ്പോഴൊക്കെ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് മുറിയിലിരുന്ന് കരഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അതല്ല, അത് ഇപ്പോഴത്തെ കുട്ടികളിലും അങ്ങനത്തെ വിഷമങ്ങളിലും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ശതമാനം ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ അതൊരു 10-20 പേര് ഒരേ സമയം അനുഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ അത് 2-3 കുട്ടികളായിരിക്കും അനുഭവിക്കുന്നത്. പക്ഷേ ആ 2-3 ആളുകളെ പോലും നമ്മൾ തീർച്ചയായും കൺസിഡർ ചെയ്യണം. കാരണം ഇപ്പോൾ പഠനയാത്രകൾ എന്ന് പറയുന്നത് 2-3 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന വലിയ വിനോദയാത്രയായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ കോളേജിലൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ 4 ദിവസത്തെ 5 ദിവസത്തെയൊക്കെ ടൂറുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വലുതാണ്, കുറച്ചുകൂടെ വാശിയൊക്കെ പിടിച്ച് പല സോഴ്സുകൾ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ടൂറൊക്കെ പോയിരുന്നത്. പക്ഷെ അതിപ്പോൾ സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെ അത്തരത്തിലുള്ള ടൂറുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകളുടെ വിഷമം ചെറുതല്ല. കാരണം അതെനിക്കിപ്പോഴും നന്നായിട്ട് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഞാൻ അന്ന് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ അനുഭവിച്ചിരുന്ന ആത്മസംഘർഷങ്ങളുടെ വ്യാപ്തി ഇപ്പോഴും ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇനി ഒരു കുട്ടി പോലും ക്ലാസ് മുറികളിൽ വിഷമിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാ തരത്തിലുള്ള തുല്യതകളുടെ ഇടമായിട്ട് നമ്മുടെ ക്ലാസ് മുറികൾ മാറേണ്ടതുണ്ട്.